Hello viewers, Namaste, welcome back to my new video. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്ന ഓപ്ഷൻ്റെ പെർഫോമൻസ് ആണ്. നമ്മുടെ സോഫ്റ്റ് യൂസ് ചെയ്യുന്ന ട്രേഡിംഗ് ആണ്. സോഫ്റ്റ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ട്രേഡുകൾ പിക്ക് ചെയ്ത് തരും. അതായത് നമ്മുടെ എൻട്രി എക്സിറ്റ് ലെവൽസും സ്റ്റോപ്പ് ലോസ് ഉൾപ്പെടെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കാണിച്ചു തന്നുള്ളൂ. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല അവിടെ. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി ലൈവിൽ നിങ്ങൾക്ക് കാണാനോ പഠിക്കാനോ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. കോൾ ചെയ്യാം, വാട്സാപ്പും സെയിം നമ്പർ തന്നെയാണ്. ഞാനിപ്പോൾ ഈ ഒരു എക്സാമ്പിൾ വീഡിയോയിൽ കാണിക്കുന്നത് നിഫ്റ്റിയുടെ കോൾ സൈഡിൽ വന്ന് എൻട്രി ആണ്. കോൾ ഓപ്ഷൻ 24,700 ചാർട്ടാണ്. അപ്പോൾ നമുക്ക് സോഫ്റ്റിനകത്ത് ഓപ്ഷൻ്റെ ഇതുപോലെ സെപ്പറേറ്റ് ചാർട്ടുകൾ കിട്ടും. അപ്പോൾ നമുക്ക് അതിൽ തന്നെ സോഫ്റ്റ് കാണിച്ചു തരും. എൻട്രി എവിടെ ചെയ്യണം, എക്സിറ്റ് എവിടെ ചെയ്യണം, അതായത് ടാർഗറ്റ് എവിടെ കൊടുക്കണം, അതുപോലെ സ്റ്റോപ്പ് ലോസ് എല്ലാം കാണിച്ചു തരും. അപ്പോൾ ഞാനിത് കാണിച്ചത് 24,700 ആണ്. നമുക്ക് ഈ ഗ്രീൻ കളറിൽ വരുന്നതാണ് ബൈജാൽ ഇൻഡിക്കേഷൻ. സിഗ്നൽ വരുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. അലേർട്ട് വരും, സൗണ്ട് കേൾക്കാൻ പറ്റും. ഈ അലേർട്ട് മെസ്സേജിനകത്ത് എൻട്രി പോയിന്റ് എഴുതി കാണിക്കാം. സെയിം ഡീറ്റെയിൽസ് മേഖലത്തെ ഡാഷ്ബോർഡിൽ എഴുതി കാണിക്കുന്നുണ്ട്. 24,700 നമുക്ക് ബൈ തന്നിരിക്കുന്നത് 280.15. അപ്പോൾ നമുക്കിവിടെ ബൈ വന്നു ഉടനെ കയറി എൻട്രി ചെയ്യില്ല. നമ്മളത് കൺഫേം ആണെന്ന് ചെക്ക് ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കൺഫേം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ബൈസിക്കിൾ ആണെന്നുണ്ടെങ്കിൽ അത് കൺഫേം ആകുന്ന ആരോ വന്നതിന് ശേഷം തൊട്ട് താഴത്തുള്ള ഈ ബാർ കണ്ടോ, അത് നമ്മുടെ കൺഫർമേഷൻ ബാറാണ്. അതെന്തായിരിക്കണം, സിഗ്നലിൻ്റെ ഫേവറിലായിരിക്കണം. ബൈ ആണെങ്കിൽ അത് ഗ്രീൻ തന്നെ ആയിരിക്കണം. അതുപോലെ പ്രൈസ് ഇവിടെ ബൈ സോൺ ആയിരിക്കണം. രണ്ട് കൺഫർമേഷൻ ഓക്കെയാണോ ആ ട്രേഡ് നിങ്ങൾക്ക് അവിടെ നിന്ന് പിക്ക് ചെയ്യാം. 280.15 നമുക്ക് ട്രേഡ് വന്നപ്പോൾ താഴത്തോട്ട് നോക്കും 308, 330, 352. അതാണ് ഞാൻ പറഞ്ഞ 3 ടാർഗറ്റുകൾ. ലെഫ്റ്റ് സൈഡ് അതിൻ്റെ അപ്പുറം നമുക്ക് സ്റ്റോപ്പ് ലോസും കൊടുക്കും. സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രേഡിംഗ് സ്റ്റോപ്പ് ലോസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രേഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ 2 ടാർഗറ്റ് ഓൾറെഡി അടിച്ച് നിൽക്കുകയാണ്. ഒരു എക്സാമ്പിൾ പറയാം, ഞാൻ ഫസ്റ്റ് ടാർഗറ്റിൽ അങ്ങ് എക്സിറ്റ് ചെയ്ത് എനിക്കിപ്പോൾ റിസ്ക് എടുക്കാൻ പറ്റില്ലെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റിൽ മാറുക. അതിനുശേഷം മാർക്കറ്റ് ഒരു സെയിം ട്രെൻഡിൽ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു റീ എൻട്രി എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. വെറുതെ റീ എൻട്രി എടുക്കല് നോക്കുക. ഈ റെഡ് സ്റ്റാർ ആണ് റെസിസ്റ്റ് ചെയ്യുന്ന ലെവൽ. ഇതിനെ ബ്രേക്ക് പണുന്ന ടൈമിൽ, ആ ബ്രേക്ക് ഔട്ട് നടക്കുന്ന ടൈമിൽ നമുക്ക് റീ എൻട്രി എടുക്കാം. അല്ലാതെ നമുക്ക് വെറുതെ കയറിയ റീ എൻട്രി എടുക്കല്. ഇപ്പോൾ മാർക്കറ്റ് ഇച്ചിരി ഡൗണിൽ നിൽക്കുവാണ്. ഇനി നമുക്ക് ഇതിനകത്ത് റീ എൻട്രി ചെയ്യണമെങ്കിൽ അവിടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് കയറി വരണം. എങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് നമുക്ക് ഇതിനകത്ത് റീ എൻട്രി ചെയ്തു പോകാം. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ്. നിങ്ങൾക്ക് ലൈവ് തന്നെ ടെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ, സ്ട്രാറ്റജി പഠിക്കാൻ താല്പര്യമുണ്ടോ എങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. താങ്ക് യു.